ഹലോ സ്റ്റുഡൻസ്, +1 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഓരോ കുട്ടിയും വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുന്നതാണ് സർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയായിരിക്കും സാധ്യതയുള്ളത്. നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എസ് എ ക്വസ്റ്റൻ ആണ്. ഈ എസ് എ ക്വസ്റ്റനകത്ത് ഏറ്റവും പ്രധാനമുള്ളത് അതിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നെയാണ്. സോ വി ക്യാൻ പ്രെഡിക്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമുക്ക് ഈ വർഷത്തെ 2024 പബ്ലിക് എക്സാമിന് വരാൻ പോകുന്ന 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റനായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്, ഇൻകം റിസീവ്ഡ് ആൻഡ് അപ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇത്രത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എക്സാമിനേഷൻ വരുന്നത് 5 or 6 ആയിരിക്കും. മാക്സിമം 5 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും നമുക്ക് എക്സാമിനേഷൻ വരാൻ പോകുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേക സ്ട്രാറ്റജി ഉണ്ട്. അതിൽ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് തീർച്ചയായും ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് എന്ന് കുട്ടികൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കണം. ആ ഒബ്സർവേഷനോടെ നമുക്ക് തീർച്ചയായും 2024 അഡ്ജസ്റ്റ്മെൻറ്റുകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ വി ആർ മൂവിങ് ടു ദ പ്രീവിയസ് ഇയേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. 2017 മക്കൾ നോക്കിയേ, 2017 നമുക്ക് 5 അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നത്. ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ ആൻഡ് ന്യൂ പ്രൊവിഷൻ. 2017 അഡ്ജസ്റ്റ്മെൻറ്റുകൾ 5 എണ്ണമായിരുന്നു. ആ 5 പേര് ഇതാണ്: ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രീപെയ്ഡ്, ഡിപ്രീസിയേഷൻ ആൻഡ് ന്യൂ പ്രൊവിഷൻ. ബാഡപ്സിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അത് ന്യൂ പ്രൊവിഷൻ ആയിരുന്നു. അങ്ങനെ നേരെ നമ്മൾ 2018 പോവാണ്. കണ്ടോളൂ, 2018 പോവുകയാണെങ്കിൽ റിപ്പീറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, എല്ലാ ക്വസ്റ്റിൻ്റെ അകത്തും ക്ലോസിംഗ് സ്റ്റോക്ക് റിപ്പീറ്റ് ആയിരിക്കും. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രീപെയ്ഡ്, ന്യൂ പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ. എനി ചേഞ്ച് ഇല്ല. കാരണം ഇത് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് വെച്ച പോലെയാണ്. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച്മെൻ്റ് ഒന്ന് മാറി. ഈ ന്യൂ പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച്മെൻറ്റ് മാറി എന്നല്ലാതെ കൃത്യമായിട്ട് സെയിം അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നെയാണ് 17 18 നമുക്ക് കാണാൻ സാധിക്കുക. ദെൻ 2019 പോകുന്ന സമയത്ത് 4 അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു ആ വർഷം ഉണ്ടായിരുന്നത്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ്, പ്രീപെയ്ഡ് ആൻഡ് ഡിപ്രീസിയേഷൻ, ബാഡപ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡപ്സോ ഫർദർ ബാഡപ്സോ അഡ്ജസ്റ്റ്മെൻറ്റ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇല്ലായിരുന്നു. Then when you are moving to 2020 അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 അഡ്ജസ്റ്റ്മെൻറ്റുകളായിരുന്നു. അത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആൻഡ് ന്യൂ പ്രൊവിഷൻ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പം കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഓരോ വർഷവും അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് റിപ്പീറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. 2020 അഡ്ജസ്റ്റ്മെൻറ്റും 17 അഡ്ജസ്റ്റ്മെൻറ്റും 18 അഡ്ജസ്റ്റ്മെൻറ്റും സെയിം തന്നെയാണെന്ന് ഇപ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. 2021 ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമായിരുന്നു ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കറിയാം ആ വർഷത്തിൻ്റെ പ്രത്യേകത കോവിഡ് ഇയർ ആയിരുന്നു. ദെൻ 2022 വരികയാണെങ്കിൽ 2022 അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് 4 പേരായിരുന്നു: ഡിപ്രീസിയേഷൻ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ. 19 ചോദിച്ച അതേ പാറ്റേണിൽ തന്നെയാണ് 2022 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു 6 വർഷത്തെ എക്സെപ്റ്റ് 2021 ഈ ഒരു 5 വർഷത്തെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതിൻ്റേതായ പാറ്റേൺ ഫോളോ ചെയ്യുന്നു, റിപ്പീറ്റ് ആവുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2023 തൊട്ട് കഴിഞ്ഞ വർഷത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ ഫെമിലിയർ ആണ് നിങ്ങൾക്കെല്ലാം. ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു, ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, ഫർദർ ബാഡപ്സ്. സോ ഫർദർ ബാഡപ്സ് ആയിരുന്നു ആ വർഷം ചോദിച്ചിരുന്നത്. കാരണം ന്യൂ പ്രൊവിഷൻ ആയിരുന്നു കഴിഞ്ഞ 2017 18 ന്യൂ പ്രൊവിഷൻ ആയിരുന്നെങ്കിൽ കോമൺ അഡ്ജസ്റ്റ്മെൻ്റ് ആയി നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് കോമൺ ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് കോമൺ ആണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് കോമൺ ആണ്, ഡിപ്രീസിയേഷൻ കോമൺ ആണ്. കോമൺ ആയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ ഒരാളധികം വരുന്നു, അത് ബാഡപ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സോ 5 അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെയാണ് നമുക്ക് പ്രഡിക്ഷൻ വരുന്നത്. തീർച്ചയായും 2024 നിങ്ങൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതായിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. തീർച്ചയായും അത് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയായിരിക്കും. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി 2-3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ തീർച്ചയായും അത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, തേർഡ് വൺ മേ ബി അത് പ്രീപെയ്ഡ് എക്സ്പെൻസും വന്നേക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ദെൻ ഫോർത്ത് വൺ, ഇറ്റ് ഈസ് കമ്പൽസറി വി വോണ്ട് ഷോ ദ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഡിപ്രീസിയേഷൻ. ഇറ്റ്സ് എ കമ്പൽസറി അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി 5 ആണ്. 5 or 6 മാക്സിമം 6 നമ്മൾ പോകുന്നുള്ളൂ. അതിൽ ഒന്ന് എന്തായാലും അത് ബാഡപ്സിൻ്റെ കണക്ഷൻ വിത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കാം. അത് നമുക്ക് ഫർദർ ബാഡപ്സ് ആയിരിക്കാം ഓർ
ന്യൂ പ്രൊവിഷൻ ആയിരിക്കാം. പ്രൊവിഷനും ന്യൂ പ്രൊവിഷനും ഫെർദർ ബാഡക്സുമാണ് ഈ 5th അഡ്ജസ്റ്റ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഇനി റെയർ ആയിട്ട് മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ ഇൻകം കണക്ട് ചെയ്തുകൊണ്ട് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓർ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, നമ്മുടെ അക്രൂഡ് ഇൻകം പോലുള്ള അഡ്ജസ്റ്റ്മെന്റ് തീർച്ചയായും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ അഡ്ജസ്റ്റ്മെന്റുകൾ ഈ 5 അഡ്ജസ്റ്റ്മെന്റ് കമ്പൽസറി ആയിരിക്കും. കൂടാതെ മേ ബി നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഇൻകം കണക്ട് ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം, ഓർ ഇത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക എസ്സേ നമ്മൾ പിടിക്കേണ്ടത്. തീർച്ചയായും അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. ഓരോ കുട്ടിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. ആ പ്രെഡിക്റ്റ് ചെയ്ത അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.